ടോമി ടോമി ഡാ ബെല്ലടിച്ചു. എല്ലാവരും പോയി. നീ ഇവിടെ കിടക്കാണോ? ഈ സമൂസ ഞാൻ ആർക്കും തരില്ല. ഇതെല്ലാം എനിക്കുള്ളതാ. സമൂസ എവിടെ? ഇത്രയും വലിയ സമൂസ. നിനക്കെന്താ വട്ടായോ? നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നേ? മുന്തിരിക്കുട്ട, നീ ആയിരുന്നോ? ഞാൻ കരുതി വലിയ സമൂസ ആണെന്ന്. സോറി. അടിപൊളി. എനിക്ക് നിന്നെ കാണുമ്പോഴൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ തോന്നാറുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ? പറ. അതില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ശ്രദ്ധിച്ചോളാം അണ്ണ. അതൊക്കെ പോട്ടെ, നീ വേഗം വാ. നമുക്ക് ക്യാൻറ്റീൻ അടയ്ക്കുന്നതിന് മുന്നേ ചൂട് സമൂസ പോയി തട്ടാം. അതിന് നിന്റെ കാശ് വല്ലതും ഉണ്ടോ? ഓ പിന്നെ, അല്ലെങ്കിൽ കാശുണ്ടായിട്ടല്ലേ നമ്മള് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാറ്. എന്നാലും ആ ക്യാൻറ്റീൻ അങ്കിൾ നമ്മളെ ഇനി കണ്ടാൽ വിടില്ലട്ടോ. അങ്കിൾ, സമൂസ ഉണ്ടോ? ആദ്യം ഇതുവരെ കഴിച്ചതിന്റെ കാശിങ്ങെടുക്ക്, എന്നിട്ട് മതി അടുത്ത കഴിപ്പ്. ഞാൻ പറഞ്ഞില്ലേ ക്യാൻറ്റീൻ അങ്കിൾ നമ്മളെ കണ്ടാ വിടില്ലെന്ന്. പതുക്കെ മിണ്ടാതിരിക്കി. എന്താണ് രണ്ടാളും ഒരു കുശുകുശുപ്പ്? അവൻ പറയാ ചേട്ടന് എന്ത് തങ്കപ്പെട്ട മനസ്സാണെന്ന്. അല്ലേടാ? അതെ അതെ. അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് ഇതുവരെയുള്ള കഴിച്ചതിന്റെ കാശ് തരാതെ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഞാൻ തരില്ല. പൊക്കോണം എന്റെ മുന്നിൽ നിന്ന്. ഇതങ്ങനെ വിറ്റാ പറ്റില്ല. എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം. ഐഡിയ. അപ്പോ ഇതാണല്ലേ ഐഡിയ. അടിപൊളി. എന്റെ അമ്മേ, പാമ്പ്! ഇനിയാണ് കളി. ഇത് പിടിച്ച് ഞാനൊരു വിസിലടിക്കും. അപ്പോൾ റിവേഴ്സ് ബട്ടൺ ഞെക്കിയാൽ മതി. ഓക്കേ, ഡൺ. പോയോ? എവിടെ പോയി? ഞാനിവിടെ ഉണ്ടടോ. അങ്കിൾ, എനിക്കൊരു സമൂസ തരോ? നീ ഇവിടെ നടക്കുന്നതൊന്നും കാണുന്നില്ലേ? ആ പാമ്പ് പോകാതെ ഞാൻ എങ്ങനാ നിനക്ക് സമൂസ എടുത്തു തരുക? നിനക്ക് പാമ്പിനെ പേടിയൊന്നുമില്ലേ? അതിനെ ഞാൻ ഓടിച്ചു തരാം. പക്ഷേ എനിക്കെന്ത് തരും? നിനക്ക് ഇവിടെയുള്ള മുഴുവൻ സമൂസയും തരാം. ഒറ്റ കാശ് തരണ്ട. ഉറപ്പാണോ? ഉറപ്പ്. അമ്മയാണേ സത്യം. വേഗം നോക്ക്. ടോമി, നീ ഒരു വീരൻ തന്നെ. ഇതൊക്കെ എന്ത് ക്യാൻറ്റീൻ അങ്കിൾ? നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സമൂസ സമൂസ. ഇന്നുണ്ടാക്കിയ സമൂസ മുഴുവൻ കഴിഞ്ഞു ട്ടോ. ഇനി ചോദിക്കരുത്. താങ്ക് യു അങ്കിൾ. ഇങ്ങനെ കഴിച്ചാ വയറ് പൊട്ടിപ്പോവും. സത്യം, ഇങ്ങനെ കഴിക്കരുത് ട്ടോ. അമ്മേ, എനിക്ക് വയറുവേദനിക്കുന്നേ. അമ്മേ. ഗ്യാസ് കയറിയതാ. ഇനി കുറച്ചു കാലത്തേക്ക് ഇവന് കഞ്ഞി മാത്രം കൊടുത്താൽ മതി. വേറെ ഒന്നും കൊടുക്കണ്ട കേട്ടോ. ശരി ഡോക്ടർ. കഞ്ഞിയോ? അല്ല, ഇതാരൊക്കെയാ? എന്താ പരിപാടി? അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നമുക്കിന്ന് പട്ടം പറത്തിക്കാൻ പോകണമെന്ന്. വേഗം വാ, ഞങ്ങളെല്ലാം റെഡിയായി. നിങ്ങളൊക്കെ പട്ടം വാങ്ങിയോ? ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാഡി ഇതുവരെ വന്നിട്ടില്ല. ആണോ? എന്നാ വേഗം വിളിച്ച് പറഞ്ഞോ. ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കുറച്ച് പട്ടം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു പോകണ്ട. വേഗം പോയി വാങ്ങാൻ പറ. ശരി, എന്നാ നിങ്ങൾ വിട്ടോ. ഞാൻ പട്ടവുമായി പാർക്കിലേക്ക് വന്നോളാം.
പറ മോളെ. പട്ടം വാങ്ങിയോ? ഇല്ല മോളെ, വരുമ്പോൾ വാങ്ങാം. വേഗം ഇറങ്ങൂ ഡാഡി, പട്ടം ഇപ്പൊ തീരും. ഇല്ല മോളെ, ഡാഡി ഓഫീസിലല്ലേ, പണിയുണ്ട്. വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. അയ്യോ, അവരെല്ലാവരും ഇപ്പൊ പട്ടം പറത്തി സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഐഡിയ. അങ്കിൾ, ഒരു പട്ടം. അയ്യോ മോളെ, പട്ടം തീർന്നു പോയല്ലോ. ഇനി ഒരു വീക്ക് കഴിയും. നീ ഈ വാതിലും തുറന്നിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എവിടെ പോയതാ? ഡാഡി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോമി എവിടെ? റൂമിലിരുന്ന് ഒരേ കരച്ചില്ല. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ വരുമ്പോൾ പട്ടം വാങ്ങി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായി പോയി. ഇറങ്ങാൻ നേരം വൈകി. അപ്പോഴേക്കും പട്ടം കടയിൽ തീർന്നുപോയി. അതാണോ കാര്യം? അതിനെന്താ, നമുക്ക് അവൾക്ക് നല്ലൊരു പട്ടം ഉണ്ടാക്കി കൊടുക്കാലോ. ജോമി, മോളൊന്ന് പുറത്തു പോയി നോക്കിക്കേ. അമ്മ പുറത്ത് പട്ടം പറത്തി കളിക്കുന്നു. മമ്മിക്ക് എവിടെ നിന്ന് പട്ടം കിട്ടി? നിന്റെ മമ്മി തന്നെയാണ് പട്ടം ഉണ്ടാക്കിയത്. താങ്ക് യു മമ്മി. മമ്മി, ഡാഡിയുടെ ബർത്ത്ഡേ എന്നാ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? പറ മമ്മി. നീ ആദ്യം എന്താ കാര്യം എന്ന് പറ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം ഡാഡിയുടെ ബർത്ത്ഡേ എന്നാണെന്ന്. ഡാഡി എല്ലാ വർഷവും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തരാറില്ലേ? അതുപോലെ ഡാഡിക്കും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ. ആഹാ, കൊള്ളാലോ, മിടുക്കി. അങ്ങനെയാണ് നല്ല കുട്ടികൾ. നെക്സ്റ്റ് വീക്ക് ആണ് ഡാഡിയുടെ ബർത്ത്ഡേ. നീ എന്താണ് വാങ്ങി കൊടുക്കാൻ പോകുന്നത്? അതൊന്നും അറിയില്ല. പക്ഷേ എന്ത് വാങ്ങണമെങ്കിലും എനിക്ക് ക്യാഷ് അമ്മ തരണം. നിന്റെ ഡാഡിക്ക് നീ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നത് നിന്റെ ഡാഡിയുടെ ക്യാഷ് കൊണ്ട് തന്നെയാണോ? അതെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ എവിടെ നിന്നാ ക്യാഷ്? ഞാൻ ചെറിയ കുട്ടിയല്ലേ. നിന്റെ ഡാഡിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് തന്നെ വേണമെന്നില്ല. നീ സ്നേഹത്തോടെ എന്ത് കൊടുത്താലും ഡാഡിക്ക് ഇഷ്ടപ്പെടും. മോളെ സ്വന്തം ഡാഡിയല്ലേ. ഹായ്, ഗിഫ്റ്റ് റെഡി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഡാഡി. താങ്ക് യു ഡിയർ. എന്റെ മകൾ ഇത്രയും വലിയ ബോക്സിൽ എനിക്ക് വേണ്ടി എന്ത് ഗിഫ്റ്റാണ് വാങ്ങിയത്? തുറന്നു നോക്കൂ ഡാഡി. ജോമിയ, ഇതിൽ ഒന്നുമില്ലല്ലോ മോളെ. നീ ഗിഫ്റ്റ് ഇതിൽ വെക്കാൻ മറന്നോ? ഇല്ല, സൂക്ഷിച്ചു നോക്കൂ ഡാഡി. ഞാൻ ഒരുപാട് കിസസ് ആൻഡ് ഹഗ്സ് ഡാഡിക്ക് വേണ്ടി അതിൽ വെച്ചിട്ടുണ്ട്. ഹൗ സ്വീറ്റ്. താങ്ക് യു ഡിയർ. ഇതുവരെ ഡാഡിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആരും തന്നെ തന്നിട്ടില്ല. താങ്ക് യു സോ മച്ച്. കുട്ടികളെ, നാളെയാണ് നമ്മുടെ ചിത്രരചനാ മത്സരം. ഓരോരുത്തരും ഓരോ ഷേപ്പ് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത ഷേപ്പ് കൊണ്ടായിരിക്കണം നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടത്. ഏറ്റവും നല്ല ചിത്രത്തിന് സമ്മാനവുമുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞാൻ സമചതുരം എടുക്കുന്നു.
സമചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാ ഞാൻ ദീർഘചതുരം എടുക്കും. എന്നോടാ കളി. ദീർഘചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ഓവൽ ഷേപ്പിൽ ചിത്രം വരയ്ക്കാം. മതി ബാക്കി നാളെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സീ യു ടുമോറോ. എല്ലാവർക്കും ഓരോ ഷേപ്പ് കിട്ടി. ഞാൻ എന്ത് ഷേപ്പിൽ വരയ്ക്കും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? നാളെ സ്കൂളിൽ ചിത്രരചനാ മത്സരമുണ്ട്. ആഹാ, അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതല്ല അമ്മേ, ഷേപ്പ് വെച്ചിട്ടാ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഷേപ്പ് കണ്ടുപിടിച്ച് അത് വെച്ച് വേണം ചിത്രം വരയ്ക്കാൻ. എല്ലാവർക്കും ഓരോ ഷേപ്പായി. ഞാൻ ഏത് ഷേപ്പിൽ വരയ്ക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മമ്മി. വിഷമിക്കണ്ട, നീ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. ഈ ലോകത്ത് എന്തെല്ലാം ഷേപ്സ് ഉള്ള വസ്തുക്കൾ ഉണ്ടെന്ന്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നിനക്ക് നാളെ വരയ്ക്കാനുള്ളത് കിട്ടും. മമ്മിയെ സഹായിക്കാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ജനലൊരു സമചതുരമാണ്. ഈ പന്തൊരു വൃത്താകൃതിയിലുള്ള പന്താണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വൃത്താകൃതിയിലുള്ള പന്ത് വരയ്ക്കും. കുട്ടികളെ, നിങ്ങളുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ ജോമി വരച്ച ചിത്രമാണ് അതിൽ മികച്ചു നിൽക്കുന്നത്. കണ്ടില്ലേ, അവൾ വൃത്താകൃതിയിലുള്ള ഒരു ഫുൾ ചിത്രം തന്നെ വരച്ചു. അതുകൊണ്ട് തന്നെ the first prize goes to ജോമിയ. അയ്യോ, ഉറുമ്പ്! എന്താ, എന്തു പറ്റി? ഉറുമ്പ് കടിച്ചിട്ടാ. ഇവിടെ മുഴുവൻ ഉറുമ്പാണ്. മുത്തശ്ശി, ഇവളെ ഉറുമ്പ് കടിച്ചു. ആണോ? എന്നിട്ട് തട്ടിക്കളഞ്ഞില്ലേ? ഓ, അതൊക്കെ എപ്പോഴോ പോയി. മുത്തശ്ശി, ഈ ഉറുമ്പുകൾ എന്തിനാ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുണ്ടാക്കുന്നത്? എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് മക്കളെ. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഉറുമ്പുകളുടെ ഒരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ നമുക്ക് അപ്പുറത്തിരിക്കാം. പണ്ടൊരിടത്ത് കുറച്ച് ഉറുമ്പുകളും ഒരു തവളയും ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും ഉറുമ്പുകൾ എവിടെ നിന്നെങ്കിലും ധാന്യമണികൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. അവരാ ജോലി വളരെ അച്ചടക്കത്തോടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ തവളക്കുട്ടനാകട്ടെ മഹാമയനും മനസ്സനുമായിരുന്നു. ദിവസം മുഴുവനും ഉറങ്ങിയും പാട്ടുപാടിയും നാളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കളിച്ചു രസിച്ചും അവൻ ജീവിതം ആസ്വദിച്ചു. ഒരു ദിവസം ഒരു ഉറുമ്പ് അവന്റെ വീടിന് മുന്നിലൂടെ ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്നു. അപ്പോൾ തവള ഉറുമ്പിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കഷ്ടപ്പാട് എന്ന് തീരും? എന്നും ഈ ധാന്യമണികൾ ചുമന്നുകൊണ്ട് പോകാനാണ് നിന്റെയൊക്കെ വിധി. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ തലയും താഴ്ത്തി നടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തവള തന്റെ അലസത മാറ്റിയില്ല. അവൻ കുളത്തിൽ നീരാടിയും ഉറങ്ങിയും പാട്ടുപാടിയും ദിവസങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ഉറുമ്പുകളെല്ലാവരും കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം തങ്ങളുടെ കൊട്ടാരത്തിൽ ശേഖരിച്ചു വെച്ചുകൊണ്ടിരുന്നു. ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്ന ഉറുമ്പ് അതിന്റെ ഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു. ക്ഷീണിതനും മുറിവേറ്റതുമായ ഉറുമ്പിനെ സഹായിക്കേണ്ടതിന് പകരം തവള ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉറുമ്പ് വിഷമത്തോടെ ചോദിച്ചു, ഹേ തവളക്കുട്ട,
ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? ഓ പിന്നെ നിന്നെ സഹായിക്കലാണല്ലോ എന്റെ പണി. പോയെ പോയെ, എനിക്ക് ഒരുപാട് പണികളുണ്ട്. എന്ത് പണി? അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. പോയെ പോയെ. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ ധാന്യമണി വീണ്ടും തലയിൽ എടുത്തു വെച്ച് നടന്നുപോയി. ഓ നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതവിടെ ഇട്ടിട്ട് വാ, നമുക്ക് 2 കളിയൊക്കെ കളിച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് എൻജോയ് ചെയ്ത് പോകാം. എന്താ? ഞങ്ങൾ തണുപ്പ് കാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ചു വെക്കുകയാണ്. നീയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്കും ഉപകാരപ്പെടും. അതൊക്കെ മഞ്ഞുകാലം വരുമ്പോഴല്ലേ, അപ്പോൾ ചിന്തിച്ചാ പോരെ. ഇപ്പോഴേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു ഉറുമ്പ് അവിടെ നിന്നും നടന്നു നീങ്ങി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. വേനൽക്കാലം പോയി മഞ്ഞുകാലം വന്നു. തവളയ്ക്ക് വിശക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിനുള്ളിൽ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാൽ എന്റെ കഥ ഇതോടെ തീരും. എനിക്ക് വിശക്കുന്നേ. അയ്യോ, ആ ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി. അന്ന് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നോക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പാട്ട് പാടി തരുകയും ചെയ്യാം. എന്താ? സോറി ഡിയർ, ഇവിടെ ആർക്കും നിങ്ങളുടെ പാട്ട് കേൾക്കണ്ട. എല്ലാവർക്കും ഉറങ്ങാൻ സമയമായി. ഓക്കേ, പാട്ട് കേൾക്കണ്ടെങ്കിൽ വേണ്ട. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് വിശക്കുന്നു. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മഞ്ഞുകാലത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചില്ലേ? ഇല്ല. അപ്പോൾ വേനൽക്കാലം മുഴുവനും നീ എന്ത് ചെയ്യുകയായിരുന്നു? എനിക്ക് ഭക്ഷണം ശേഖരിക്കാൻ സമയമില്ലായിരുന്നു. പാട്ട് പാടിയും കിടന്നുറങ്ങിയും ഞാൻ സമയം നശിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഭക്ഷണം ശേഖരിക്കാൻ. എന്നിട്ട് നീ അത് ചെയ്തില്ല എന്നത് മാത്രമല്ല, ചെയ്യുന്ന എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നോക്കി. നീ വരുന്ന മഞ്ഞുകാലത്തെ പറ്റി ചിന്തിച്ചില്ല, അതല്ലേ ശരി? ശരിയാണ്, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ തവളയ്ക്ക് നല്ലവരായ ഉറുമ്പുകൾ ഭക്ഷണവും ചൂടും കൊടുത്തു. അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു. സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തശ്ശി? തവള വേനൽക്കാലത്ത് ഭക്ഷണമൊന്നും ശേഖരിക്കാതെ കളിച്ചു നടന്നില്ലേ? മഞ്ഞുകാലം വന്നപ്പോഴോ തവള പട്ടിണിയായി. അതാണ് പറഞ്ഞത്. ആരോഗ്യമുള്ളപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു വെച്ചാൽ ആപത്ത് കാലത്ത് നമ്മൾക്കത് സഹായകരമാകും. ഹായ്, നല്ല നെയ്യപ്പത്തിന്റെ മണം. അമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാ പോയി നോക്കാം. അമ്മേ, മുത്തശ്ശി എവിടെ പോയി? കോഴികളെ നോക്കി പുറത്തുണ്ട്. മുത്തശ്ശി, അമ്മ അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടോ? എങ്ങനെയുണ്ട് നെയ്യപ്പം? ഇഷ്ടമായോ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് മുത്തശ്ശിക്ക് അറിയാമോ? ഇത് നല്ല വറുത്ത അരിപ്പൊടിയും ശർക്കരയും എള്ളും പഴവും നെയ്യും ഏലക്കായും എല്ലാം ചേർത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ്. നല്ല രസമുണ്ട് കഴിക്കാൻ. ഇനി എന്നും അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയണം. അയ്യോ അയ്യോ മുത്തശ്ശി, എന്റെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി.
കരയണ്ട, മുത്തശ്ശി വേറെ എടുത്തു തരാം. കരയല്ല മോളെ. എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? അവളുടെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഓ, അതാണോ കാര്യം? അത് സാരമില്ല, പോട്ടെ. ദാ ഇവിടെ ഇനിയും ഉണ്ടല്ലോ നെയ്യപ്പം. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഒരു കാക്കയുടെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, എന്നാൽ ഇന്ന് മോളുടെ നെയ്യപ്പം കട്ടുകൊണ്ടുപോയാ ആ കാക്കയുടെ കഥ തന്നെ ആവട്ടെ. മോളുടെ നെയ്യപ്പവുമായി കാക്ക നേരെ പോയത് ഒരു കാട്ടിലേക്കാണ്. അപ്പോഴാണ് ഒരു കുരങ്ങൻ അതുവഴി വന്നത്. പെട്ടെന്നാണ് നെയ്യപ്പത്തിന്റെ മണം കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹായ്, എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? കുരങ്ങൻ മണം വരുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. നല്ല നെയ്യപ്പത്തിന്റെ മണമാണല്ലോ. ഈ കാട്ടിലിപ്പോ ഇതാരാണ് ഇത്രയും മണമുള്ള നെയ്യപ്പം ഉണ്ടാക്കാൻ? അതും ഞാനറിയാതെ. ഇത് കണ്ട കൊതിയനായ കുരങ്ങൻ മുളച്ചിറക്കി. അപ്പോ അവിടെ നിന്നാണ് മണം വന്നത്. ഇവൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ആ നെയ്യപ്പം കുറച്ച് ചോദിച്ചു നോക്കിയാലോ? അങ്ങനെ ചോദിച്ച ഉടനെ തന്നെ തരാൻ മാത്രം മണ്ടിയല്ല. എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കണം. സൂത്രത്തിൽ ചോദിച്ചാലേ കിട്ടൂ. കറുപ്പ് താ എനക്ക് പിടിച്ച കളറേ, തന്നെ താനേ. എന്താ കുരങ്ങച്ചാരെ, പാട്ടൊക്കെ പാടി നല്ല സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ എന്റെ പാട്ട് നിങ്ങൾക്കൊക്കെ അല്ലേ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്? എന്റെ പാട്ട് കൊണ്ട് എന്നെ പണ്ട് നാട് കടത്തിയവരല്ലേ നിങ്ങൾ. എനിക്ക് എന്റെ പാട്ട് അന്നും ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും കിട്ടുന്ന സന്തോഷം നിങ്ങളെപ്പോലെ സംഗീത ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആര് പറഞ്ഞു എനിക്ക് സംഗീത ബോധമില്ല എന്ന്? കുയിൽ റഹ്മാന്റെ മ്യൂസിക് ട്രൂപ്പിൽ പാടാൻ ക്ഷണം കിട്ടിയതാ എനിക്ക്. ഞാൻ പോവാഞ്ഞിട്ടല്ലേ? ഓ പിന്നെ ഉളു അടിക്കാതെ. ഉളുവടിച്ചതല്ല, സത്യം പറഞ്ഞാൽ എന്റെ പാട്ടിനോട് മത്സരിക്കാൻ കുയിൽ റഹ്മാന് പോലും ആവില്ല. അതുകൊണ്ടല്ലേ അങ്ങേരുടെ ട്രൂപ്പിലേക്ക് പാടാൻ വിളിച്ചത്. അപ്പോൾ അതാണ് കാര്യം. എന്ത് കാര്യം? ഈയിടെയായി കാട്ടിലൊരു സംസാരമുണ്ട്. എന്ത് സംസാരം? എന്നേക്കാൾ നല്ല പാട്ട് നിന്റെയാണെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ശരിയാണോ എന്നറിയാൻ നമുക്കൊരു മത്സരം വെച്ചാലോ? എന്താ? അതിനെന്താ, ഞാൻ റെഡി. എന്നാൽ തുടങ്ങിയേക്കാം. ആദ്യം നിന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ. കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്. ഓ, നിർത്ത്. ഇങ്ങനെയാണോ പാടുക? സംഗതി വന്നില്ല. പാടുമ്പോ ശരീരം അതിൽ ലയിച്ചില്ലാതാകണം. പാടുമ്പോൾ നമ്മളറിയാതെ ആടണം. ഓക്കെ, എന്നാ പിടിച്ചോ. കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്. അയ്യോ! കാക്ക ആടിപ്പാടിയപ്പോൾ നെയ്യപ്പം പെട്ടെന്ന് താഴേക്ക് വീണു. താങ്ക്സ്. എന്നാ ഞാൻ അങ്ങോട്ട്. നിന്റെ പാട്ട് തന്നെ സൂപ്പർ. കള്ളക്കുരങ്ങ, പണി പറ്റിച്ചില്ലേ? കുരങ്ങൻ നെയ്യപ്പം കിട്ടിയ സന്തോഷത്തിൽ നടന്നുപോയി. അപ്പോഴാണ് അതുവഴി നമ്മുടെ ആനക്കുട്ടി നടന്നു വന്നത്. അയ്യോ, ആനക്കുട്ടിയല്ലേ ആ വരുന്നത്? അവൻ ഈ നെയ്യപ്പം കണ്ടാൽ വേണ്ടി വരും. അവന് മൂക്കിൽ വലിക്കാൻ പോലും ഇത് കാണില്ല. എന്നാലും അവൻ കാണാതെ ഇത് ഒളിപ്പിച്ചു വെക്കാം. ആ, എങ്ങോട്ടാ കുരങ്ങച്ച പതിവില്ലാതെ? ഹേയ്, ഒന്നുമില്ല, ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. മോർണിംഗ് വാക്ക് ഉച്ചക്ക്? സത്യം പറ, എന്താ ഒരു കള്ളലക്ഷണം? ഹേയ്, അത് ജന്മനാ ഉള്ളതാ. ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. അതെനിക്കറിയാം. എന്താ നിന്റെ കയ്യിൽ? നോക്കട്ടെ. ഒന്നുമില്ല, ദാ കണ്ടില്ലേ? അപ്പോഴാണ് കാക്ക അതുവഴി വന്നത്. ആനച്ചാരെ, ഈ കുരങ്ങൻ എന്റെ കയ്യിൽ നിന്നും നെയ്യപ്പം സൂത്രത്തിൽ കൈക്കലാക്കി.
അമ്പട കള്ള. അപ്പൊ അതാണല്ലേ എന്റെ മുന്നിൽ ഒളിച്ചു കളിച്ചത്. അത് പിന്നെ നല്ല നെയ്യപ്പം കഴിച്ചിട്ട് കാലം കുറെ ആയി. നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ തരുമായിരുന്നല്ലോ. ആ നെയ്യപ്പം ഇങ്ങു തന്നെ, നമുക്കെല്ലാവർക്കും വീതിച്ചെടുക്കാം. അതല്ലേ കാട്ടിലെ നിയമം. അങ്ങനെ ആ നെയ്യപ്പം അവർ പരസ്പരം വീതിച്ചു കഴിച്ചു. സൂത്രത്തിൽ നേടുന്നതൊന്നും ശാശ്വതമല്ല.